So good evening. നമ്മൾ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. പാർട്ട് 16 ആണ്. ലാസ്റ്റ് പാർട്ട് 15 നമ്മൾ വാട്ട് മീറ്ററിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് വാട്ട് മീറ്ററിന്റെ സെയിം ടോപ്പിക് തന്നെ വാട്ട് മീറ്ററിന്റെ എക്സ്റ്റൻഷൻ ആണ്. ആ സെയിം ടോപ്പിക്ക് നമ്മളോട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ സംസാരിക്കാൻ വീണ്ടും നമ്മൾ പോകുന്നത് പ്രധാനമായിട്ടും വാട്ട് മീറ്ററിന് രണ്ട് കണക്ഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. ഒന്ന് MC ഷോർട്ട് കണക്ഷൻ ഉണ്ട്, പിന്നെന്താ LC ഷോർട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കണക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇറേഴ്സിനെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇറർ ഡ്യൂ ടു വാട്ട് മീറ്റർ കണക്ഷൻസ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് MC ഷോർട്ട് കണക്ഷൻ അല്ലെ. ഇതാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. നമുക്കറിയാം വാട്ട് മീറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഉണ്ടാവും? ഒരു കറണ്ട് കോയിൽ ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും, പിന്നെ പ്രഷർ കോയിൽ ഉണ്ട്, 4 ടെർമിനുണ്ട്, M ഉണ്ട്, L ഉണ്ട്, C ഉണ്ട്, B ഉണ്ട്. ഇവിടെ എന്തായിരിക്കും ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് MC ഷോർട്ട് കണക്ഷൻ ആണ്. ഇവിടെ എമ്മും സിയും കൂടെ ഷോർട്ട് ആയിരിക്കും. ആ സമയത്തുള്ള ഇറർ എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ആ ഇറർ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട്. ആ ഒബ്സർവേഷൻസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എവരി കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ലോഡ് വോൾട്ടേജ് VL എന്ന് ഞാൻ വിളിക്കുകയാണ്, VL. ഓക്കെ, ലോഡ് കറണ്ട് ഞാൻ IL എന്ന് വിളിക്കുകയാണ്. ലോഡിൽ കൂടെ പോകുന്ന കറണ്ട് IL ആണ്. ലോഡിന്റെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VL ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ട്രൂ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ട്രൂ പവർ നമുക്ക് എഴുതി കൂടെ. ട്രൂ പവർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? VL ഇൻറ്റു IL. നമ്മളുടെ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതിന്റെ പവർ ഫാക്ടർ cos phi is equal to 1 ആണ്. therefore എന്തായിരിക്കും? VL ഇൻറ്റു IL ആയിരിക്കും നമ്മളുടെ ട്രൂ പവർ എന്ന് പറയുന്നത്. ഇനി മെഷേർഡ് പവർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? P മെഷേർഡ് പവർ എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും പവർ കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്രഷർ കോയിൽ റീഡിങ് അല്ലെ. പ്രഷർ കോയിൽ റീഡിങ് ഇൻറ്റു കറണ്ട് കോയിൽ റീഡിങ് ഇൻറ്റു പവർ ഫാക്ടർ. ഇവിടെ പവർ ഫാക്ടർ 1 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ കോയിൽ റീഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഈ പ്രഷർ കോയിൽ റീഡ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലേ, എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റും? ആ വോൾട്ടേജ് നമ്മൾ ലോഡ് വോൾട്ടേജ് അല്ലെ, VL പ്ലസ് നമ്മളെ കറണ്ട് കോയിലിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് VCC എന്ന് പറയാൻ പറ്റും. കറണ്ട് കോയിലിന് അക്രോസ് ആയിട്ട് വരുന്ന VCC അല്ലെ, ഇൻറ്റു കറണ്ട് കോയിൽ റീഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? കറണ്ട് കോയിൽ കൂടെ പോകുന്ന കറണ്ട് എത്ര? IL ആണ് വരുന്നത് അല്ലെ, ഇൻറ്റു IL ഇൻറ്റു പവർ ഫാക്ടർ 1 ആണ്. therefore that is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? therefore മെഷേർഡ് പവർ PM is equal to എങ്ങനെ? VL ഇൻറ്റു IL പ്ലസ് VCC ഇൻറ്റു IL എന്ന് എഴുതാൻ പറ്റും അല്ലെ. കറണ്ട് കോയിൽ that means VCC ഇൻറ്റു IL, കറണ്ട് കോയിൽ അക്രോസ് വരുന്ന വോൾട്ടേജ് ഇൻറ്റു IL അല്ലെ. ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ നോക്കിയേ, ഇത് ഇക്വേഷൻ നമ്പർ 1, ട്രൂ പവർ ഇക്വേഷൻ നമ്പർ 1, മെഷേർഡ് പവർ ഇക്വേഷൻ നമ്പർ 2. രണ്ടും സെയിം ആണോ? അല്ല. അപ്പം PM is not equal to, that means മെഷേർഡ് പവർ it is not equal to true power. അപ്പൊ മെഷേർഡ് പവറും ട്രൂ പവറും ഈക്വൽ അല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? there is an error in the measurement. so error എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? therefore error is equal to നമുക്കറിയാം എങ്ങനെ ആയിരിക്കും? therefore error is equal to PM minus PT അല്ലെ. PM minus PT, മെഷേർഡ് പവർ മൈനസ് ട്രൂ പവർ. എന്തായിരിക്കും ഇത്? VLIL പ്ലസ് VCC ഇൻറ്റു IL മൈനസ് VLIL അല്ലെ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? VLIL ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? therefore PM minus PT that is equal to error is equal to എന്തായിരിക്കും വരിക? VCC into IL എന്ന് വരും അല്ലെ. VCC into IL എങ്ങനെയാ വരുന്നത്? that is equation 2 minus 1 ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ VLIL ക്യാൻസൽ ചെയ്ത് പോകും, പകരം VCC into IL മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ. therefore error is equal to VCC നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? VCC എന്ന് പറഞ്ഞാൽ കറണ്ട് കോയിൽ അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കറണ്ട് കോയിൽ റെസിസ്റ്റൻസ് RCC ആണെങ്കിൽ IL ഇൻറ്റു RCC കൂടെ ഇൻറ്റു IL. therefore error is equal to എങ്ങനെ എഴുതാൻ പറ്റും? therefore error is equal to error due to MC ഷോർട്ട് കണക്ഷൻ is equal to എന്തായിരിക്കും? IL സ്ക്വയർ ഇൻറ്റു RCC. വെരി ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻ ആണിത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. error due to MCC connection എന്തായിരിക്കും? error is equal to IL square into RCC. വെരി ഇമ്പോർട്ടന്റ് ഫോർമുല, അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ ഇതിന്റെ ഒബ്സർവേഷൻസ് എന്തായിരിക്കും? നമുക്ക് ഇതിനകത്ത് എങ്ങനെ നമുക്ക് ഒബ്സർവേഷൻസ് പറയാൻ പറ്റും? കോമ്പറ്റേറ്റീവ് പോയിന്റ് ഓഫ് എക്സാംസ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒബ്സർവേഷൻസ് പറയാൻ പറ്റും? ഫസ്റ്റ് ഒബ്സർവേഷൻ അല്ലെ, ഒബ്സർവേഷൻസ് ഈ MCC ഷോർട്ട് ഫസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് നമുക്ക് error is equal to error due to MCC connection is equal to എന്തായിരിക്കും? IL square into RCC. MC ഷോർട്ട് കണക്ഷൻ error എന്തായിരിക്കും? IL square into RCC അല്ലെ.
RCC. Then second observation എന്താ? ഇവിടുത്തെ ഇററിന് കാരണമായിട്ടുള്ള ആരാ? RCC ആണ് അല്ലെ. RCC പറയുമ്പോഴത്തേക്ക് എന്താ? റെസിസ്റ്റൻസ് ഓഫ് ദി കറണ്ട് കോയിൽ അല്ലെ. RCC is the resistance of the current coil. കറണ്ട് കോയിൽ റെസിസ്റ്റൻസ് നമുക്ക് പറയാൻ പറ്റും. കറണ്ട് കോയിൽ റെസിസ്റ്റൻസ്. അപ്പോൾ അടുത്തൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും? MC ഷോർട്ട് കണക്ഷനിൽ ആരാണ് അവിടെ ഇറർ ഡെവലപ്പ് ചെയ്യുന്നത്? ആരായിരിക്കും? The error is due to, in this connection, the error is due to current coil. പറഞ്ഞോട്ടെ നമുക്ക്. Therefore, second observation, in this connection, അല്ലെങ്കിൽ MC ഷോർട്ട് കണക്ഷൻ, error is due to ആരാണ്? കറണ്ട് കോയിൽ. Error is due to കറണ്ട് കോയിൽ. അതും ഓർത്ത് വെക്കുക. Then what is the third observation? അപ്പോ that means IL കുറഞ്ഞു കഴിഞ്ഞാൽ error is equal to IL square into RCC ആണ്. IL കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? error കുറവായിരിക്കും അല്ലെ. Therefore, that means if IL reduces in MCC connection, IL reduces, എന്തായിരിക്കും? error also reduces അല്ലെ. Therefore, hence this method is more suitable for measure power in എങ്ങനെ പറയാൻ പറ്റും? low values of load currents അല്ലെ. Therefore, load current IL കുറഞ്ഞാൽ error കുറയും. Therefore, എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റും it is more suitable for measurement of power in low values of load current അല്ലെ. So MC short wattmeter is used for the measurement of power in, എങ്ങനെ പറയാൻ പറ്റും? measurement of power in low load current circuits അല്ലെങ്കിൽ എന്താ? ലോഡ് കറണ്ട് സർക്യൂട്ട് കുറവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് MC ഷോർട്ട് വാട്ട് മീറ്റർ നമുക്ക് ഉപയോഗിച്ചിട്ട് പവർ മെഷർമെന്റ് നടത്താൻ പറ്റും. കാര്യം എന്തായിരിക്കും? ഇറർ എന്ന് പറയുന്നത് IL സ്ക്വയർ RCC ആണ്. അപ്പൊ IL സ്ക്വയർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇറർ നമുക്ക് കുറവായിരിക്കും. അഥവാ ലോഡ് കറണ്ട് കൂടുതലായിട്ടുള്ള സർക്യൂട്ടിലാണ് നമ്മൾ വാട്ട് മീറ്റർ കൊണ്ട് കണക്ട് ഈ MC ഷോർട്ട് വാട്ട് മീറ്റർ കൊണ്ട് കണക്ട് ചെയ്തതെങ്കിൽ എന്തായിരിക്കും എഫക്ട്? ഇറർ വളരെ കൂടുതലായിരിക്കും. Therefore, നമുക്ക് പറയാൻ പറ്റും hence this method is more suitable to measure power in low values of load current. നമുക്ക് എഴുതാൻ പറ്റും. Therefore, most suitable ഇതൊക്കെ ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ആട്ടോ. suitable to measure power in എവിടാ? low values of load current അല്ലെ. low values of load current. That is the third point. അടുത്തത് MC ഷോർട്ട് കണക്ഷൻ is used for, സബ് എഞ്ചിനീയർ ലെവലിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. MC ഷോർട്ട് കണക്ഷൻ is used for which type of watt meters? ഏതായിരിക്കും? MC ഷോർട്ട് കണക്ഷൻ is used for യൂണിറ്റി UPF ടൈപ്പ് വാട്ട് മീറ്റേഴ്സ്. UPF ടൈപ്പ് വാട്ട് മീറ്റേഴ്സ് ഓർത്ത് വയ്ക്കുക. MC ഷോർട്ട് കണക്ഷൻ is used in UPF ടൈപ്പ് വാട്ട് മീറ്റേഴ്സ്. ഈ മൂന്നാമത്തെ പോയിന്റ് തന്നെ ഒന്നുകൂടെ നമുക്ക് പറയാൻ പറ്റും. ഈ മൂന്നാമത്തെ പോയിന്റ് തന്നെ ഒന്നുകൂടെ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ടു മെഷർ ദ പവർ ഇൻ ലോ വാല്യൂസ് ഓഫ് ലോഡ് കറണ്ട്സ്, കറണ്ട് കോയിൽ മസ്റ്റ് ബി കണക്റ്റഡ് അറ്റ് ദ ലോഡ് സൈഡ് അല്ലെ. ഇവിടെ നോക്കിയേ, ദാറ്റ് മീൻസ് നമുക്കറിയാം ലോഡ് കറണ്ട് കുറഞ്ഞ സ്ഥലത്ത് ആക്യുറസി ആയിട്ട് പവർ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് MC ഷോർട്ട് ആയിരിക്കണം വേണ്ടുള്ളത്. ആ MC ഷോർട്ട് കണക്ഷന്റെ ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ലോഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? നമ്മുടെ കറണ്ട് കോയിലാണ്. സോ അതും ഒരു ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം RL എന്ന് പറയുന്ന ലോഡുമായിട്ട് ഡയറക്റ്റ് സീരീസ് കണക്ഷൻ വന്നിരിക്കുന്നത് നമ്മുടെ കറണ്ട് കോയിലാണ്. ഫിഫ്ത്ത് പോയിന്റ് നമുക്ക് തേർഡ് പോയിന്റ് തന്നെ നമുക്ക് ജനറലൈസ് ആയിട്ട് പറയാൻ പറ്റും. ടു മെഷർ ദ പവർ ഇൻ ലോ വാല്യൂസ് ഓഫ് കറണ്ട് എന്തായിരിക്കും? ദ കറണ്ട് കോയിൽ മസ്റ്റ് ബി കണക്റ്റഡ് അറ്റ് ലോഡ് സൈഡ്. പറഞ്ഞൂടെ? therefore ടു മെഷർ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നമുക്ക് എഴുതാം. ടു മെഷർ പവർ ഇൻ low values of load currents അല്ലെ. low values of load current coil must be connected at the load side. Must be connected at load side. നമ്മളിപ്പോ ഈ ഇറർ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഇററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ജനറലൈസ് ചെയ്ത് വരികയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അല്ലാതെ നമുക്കിപ്പം സാധാരണ നമ്മൾ ഇറർ ഈസ് ഈക്വൽ ടു IL സ്ക്വയർ RCC എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചെന്ന് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കത്തില്ല ചോദിക്കുന്നത് എക്സാമിന്. സോ നമ്മൾ ഈ വരുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഇറർ ഈസ് ഈക്വൽ ടു IL സ്ക്വയർ RCC എന്ന് പറഞ്ഞ ഇറർ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഇറർ എന്ന് പറയുന്ന ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ പലതും നമ്മൾ ജനറലൈസ് ചെയ്ത് നമ്മൾ വരുന്നത്. സോ അതാണ് ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ബേസ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കൺസെപ്റ്റ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓർത്ത് വയ്ക്കുക, എന്തായിരിക്കും MC ഷോർട്ട് കണക്ഷൻ ഈസ് യൂസ്ഡ് യൂണിറ്റി പവർ ഫാക്ടർ
വാട്ട് മീറ്റേഴ്സ് പറഞ്ഞ് ഓർത്ത് വയ്ക്കുക. എന്താ പെർസെന്റേജ് എറർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അടുത്ത പെർസെന്റേജ് എറർ, ചിലപ്പോൾ പെർസെന്റേജ് എറർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? പെർസെന്റേജ് എറർ ഈസ് ഈക്വൽ ടു error divided by true value, അല്ലേ? That is IL square into RCC divided by true power into 100%. നമുക്കറിയാം എന്താണ് കാര്യം, പെർസെന്റേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PM minus PT divided by PT into 100%. PM minus PT ആണ് നമുക്ക് IL square RCC കിട്ടിയിരിക്കുന്നത്. PT എന്താ? ട്രൂ പവർ VL into IL. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പെർസെന്റേജ് ഇറർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ MC ഷോർട്ട് കണക്ഷൻ. സോ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇറർ എന്ന് പറയുന്നത് എന്തായിരിക്കും? IL സ്ക്വയർ RCC ആണ് ഓർത്ത് വയ്ക്കുക. ആ IL സ്ക്വയർ RCC ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഒബ്സർവേഷൻസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇത് വളരെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് LC ഷോർട്ട് കണക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. MC ഷോർട്ട് നമ്മൾ പറഞ്ഞു, വാട്ട് മീറ്റർ രണ്ടാമത്തെ കണക്ഷൻ ആണ് LC ഷോർട്ട് കണക്ഷൻ, അല്ലെ? LC ഷോർട്ട് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മുടെ എല്ലും എൽ ടെർമിനലും സിയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെ? അവിടെ ആയിരിക്കും LC ഷോർട്ട് കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മുന്നത്തെ കണക്ഷൻ നമ്മൾ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? ട്രൂ പവർ കണ്ടുപിടിക്കാൻ പോകുക, അല്ലെ? ലോഡിന് അക്രോസ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ് വോൾട്ടേജ് VL ആണെന്ന് എടുത്തു. ലോഡ് റെസിസ്റ്റൻസ് RL ആണ്. ലോഡിൽ കൂടെ പോകുന്ന കറണ്ട് IL ആണെന്ന് എടുക്കുകയാണെങ്കിൽ ട്രൂ പവർ എന്തായിരിക്കും? ട്രൂ പവർ ഈസ് സെയിം തന്നെ ആയിരിക്കും, അല്ലെ? ട്രൂ പവർ ഈസ് ഈക്വൽ ടു VL into IL. True power is equal to VL into IL. Measured power എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? P measured is equal to എങ്ങനെ ആയിരിക്കും? പ്രഷർ കോയിൽ റീഡിംഗ് ഈസ് ഇൻറ്റു കറണ്ട് കോയിൽ റീഡിംഗ് ഇൻറ്റു പവർ ഫാക്ടർ. പവർ ഫാക്ടർ 1 എടുക്കുകയാണ് 7. ഓക്കെ, പ്രഷർ കോയിൽ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മൾ പ്രഷർ കോയിൽ എവിടെ കണക്ട് വെച്ചിരിക്കുന്നത്? നമ്മൾ ലോഡിന് അക്രോസ് ആയിട്ടാണ് പ്രഷർ കോയിൽ കണക്ട് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും? പ്രഷർ കോയിൽ റീഡ് ചെയ്ത വോൾട്ടേജ് എന്താ? VL ആയിരിക്കും, അല്ലെ? ഇൻറ്റു കറണ്ട് കോയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? കറണ്ട് കോയിൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാണ് CC എന്ന് പറയുന്നത്. IL എന്ന് പറയുന്നത് ലോഡ് കറണ്ട് ആണ്, അല്ലെ? IL is ലോഡ് കറണ്ട്. പ്രഷർ കോയിൽ കൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? IP എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? CCR എന്ന് പറയുമ്പോഴത്തേക്ക് കറണ്ട് കോയിൽ റീഡ് ചെയ്യുന്നത് ഏതൊക്കെ കറണ്ട് ആയിരിക്കും റീഡ് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും നമുക്ക് IL ഉം IP ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. therefore IL plus IP ആയിരിക്കും കറണ്ട് കോയിൽ റീഡിംഗ് എന്ന് പറയുന്നത് ഇൻറ്റു പവർ ഫാക്ടർ 1, അല്ലെ? therefore ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. VL into IL plus VL into IP, അല്ലെ? VL into IL plus VL into IP. That is equation number 2, measured power, അല്ലെ? അപ്പൊ നമ്മൾ നോക്കിയ ഇക്വേഷൻ നമ്പർ 1 ഉം 2 നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? PM measured power is true power is not equal to measured power. So എന്തായിരിക്കും? അബ്സല്യൂട്ട്ലി ഇറർ ഇൻ ദ സിസ്റ്റം. അപ്പൊ എന്തായിരിക്കും? സിസ്റ്റത്തിൽ ഇറർ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? therefore PM മെഷേർഡ് പവർ മൈനസ് ട്രൂ പവർ കണ്ടുപിടിക്കുക, അല്ലെ? ഇറർ എന്ന് പറയുന്നത് മെഷേർഡ് പവർ മൈനസ് ട്രൂ പവർ കിട്ടുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും വരിക? ദാറ്റ് ഈസ് ഇക്വേഷൻ 2 - 1. നോക്ക്, 2 - 1 ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? VL/IL plus VL/IP minus VL/IL. VL ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് ഇത് കിട്ടും VL into IP നമുക്ക് കിട്ടും, അല്ലെ? VL into IP എന്ന് കിട്ടും. therefore ഇറർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? therefore ഇറർ ഈസ് ഈക്വൽ ടു VL into IP, അല്ലെ? പ്രഷർ കോയിൽ കറണ്ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ കോയിലിന്റെ റെസിസ്റ്റൻസ് RP ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? VL ന്റെ ടേംസിൽ VL into VL divided by I is equal to V/R, അല്ലെ? ലോഡ് കാര്യം പ്രഷർ കോയിലിന് അക്രോസ് ആയിട്ട് വരുന്ന കറണ്ട് വോൾട്ടേജ് VL ആണ്. അതിന്റെ റെസിസ്റ്റൻസ് എത്ര? RP, അല്ലെ? therefore നമുക്ക് ഇത് കിട്ടും. therefore ഇറർ ഈസ് ഈക്വൽ ടു ഇറർ ഡ്യൂ ടു LC കണക്ഷൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? VL സ്ക്വയർ ഡിവൈഡഡ് ബൈ RP. another important equation. VL square divided by RP. LC short connection ആകുമ്പോഴത്തേക്ക് error is equal to VL square divided by RP, where RP is the എന്തായിരിക്കും? pressure coil resistance. RP is a pressure coil resistance, അല്ലെ? അപ്പൊ നമുക്ക് സ്റ്റേറ്റ് ഒബ്സർവേഷൻസ് എങ്ങനെ നമ്മൾ മുന്നേ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. എന്തായിരിക്കും? വാട്ട് ആർ ദ ഒബ്സർവേഷൻസ്? Error first observation എന്തായിരിക്കും? error due to LC connection is equal to VL square by RP. That is the first observation. Then what is the second observation? Error is due to എനിക്ക് അങ്ങനെ പറഞ്ഞൂടെ? മുമ്പത്തെ MC ഷോർട്ട് കണക്ഷനിൽ error due to കറണ്ട് കോയിൽ ആണെങ്കിൽ LC ഷോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ error വന്നിരിക്കുന്നത്? പ്രഷർ കോയിലിന്റെ പാരാമീറ്റേഴ്സിലാണ് വന്നിരിക്കുന്നത്. therefore the second point എന്ന് പറയാൻ പറ്റും error in LC connection is due to എന്തായിരിക്കും? നമുക്ക് due to പ്രഷർ കോയിൽ നമുക്ക് പറയാൻ പറ്റും. due to pressure coil. Then third one, if RP increases, error എന്തായിരിക്കും? error reduces, അല്ലെ? if RP increases, error reduces.
അപ്പൊ നമ്മൾ നോക്കി ഇപ്പം ആർ പി ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് ആർ പി ഇൻക്രീസസ് അല്ലെ, ആർ പി ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഐ പി എന്ന് പറഞ്ഞാൽ പ്രഷർ കോയിൽ കറണ്ട് എന്തായിരിക്കും? പ്രഷർ കോയിൽ കറണ്ട് ഐ പി റെഡ്യൂസസ്. ഇഫ് ഐ പി റെഡ്യൂസസ് എന്തായിരിക്കും? ഐ എൽ ഇൻക്രീസ് ആവും. കാര്യം എന്തായിരിക്കും? ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ KCL, in order to satisfy the rated KCL അല്ലെ, in order to satisfy KCL എന്തായിരിക്കും? കാര്യം നമ്മൾ പറഞ്ഞു ഈ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്ക് ഇറർ കുറയണമെങ്കിൽ പ്രഷർ കോയിൽ റെസിസ്റ്റൻസ് കൂടണം. അങ്ങാകുമ്പോഴത്തേക്ക് കാര്യം ഡിനോമിനേറ്റർ അല്ലേ, അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇറർ കുറയും. പക്ഷെ അങ്ങനെ പ്രഷർ കോയിൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഐ പി എന്ന് പറയുന്ന പ്രഷർ കോയിൽ കറണ്ട് എന്തായിരിക്കും? റെഡ്യൂസ് ചെയ്യും. കാര്യം പ്രഷർ കോയിൽ റെസിസ്റ്റൻസ് ആർ പി എന്ന് പറയുന്ന പ്രഷർ കോയിൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആർ പി കൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ പോകുന്ന കറണ്ട് എന്തായിരിക്കും? കറണ്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ കറണ്ട് റെഡ്യൂസ് ഐ പി റെഡ്യൂസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ KVL എന്തായിരിക്കും? ഐ എൽ ഷുഡ് ഇൻക്രീസസ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റും? ഹെൻസ് ദിസ് മെത്തേഡ് ഇത് അല്ലെങ്കിൽ ഹെൻസ് ദിസ് കണക്ഷൻ ഈസ് മോർ സൂട്ടബിൾ ഫോർ മെഷർ പവർ ഇൻ ദ ഹൈ ലോഡ് സർക്യൂട്ട്സ് അല്ലെ, പറഞ്ഞൂടെ? ഹെൻസ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ കാര്യം ആർ പി കൂടുമ്പോ ഐ എൽ, ആർ പി കൂടുമ്പോ ഐ പി കുറയും, ഐ എൽ കൂടും അല്ലെ. ഹെൻസ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ this method or connection is used for measurement of power in high load circuits നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഹൈ ലോഡ് സർക്യൂട്ട്സ്. കാര്യം ഇറർ കുറയണമെങ്കിൽ ആർ പി കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഐ എൽ ഇൻക്രീസ് ആവും അല്ലെ. അപ്പൊ ഐ എൽ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പോൾ ദിസ് എന്തായിരിക്കും? വിത്ത് ഇൻക്രീസ് വാല്യൂ ഓഫ് ഐ എൽ എന്തായിരിക്കും? നമുക്ക് ഇറർ റെഡ്യൂസ് കുറവാണ്. ഇപ്പൊ ഇറർ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് പവർ ഇൻ ഹൈ ലോഡ് സർക്യൂട്ട്സ് നമുക്ക് പറയാൻ പറ്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സെഷൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എൽ സി കണക്ഷൻ is used in എന്തായിരിക്കും? എം സി കണക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് യു പി ഓഫ് വാട്ട് മീറ്റേഴ്സ് ആണെങ്കിൽ എൽ സി കണക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത് എവിടെ ആയിരിക്കും? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എൽ പി ഓഫ് വാട്ട് മീറ്റേഴ്സ്. എൽ സി കണക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ എൽ പി ഓഫ് വാട്ട് മീറ്റേഴ്സ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിച്ചിട്ടുണ്ട്. എൽ സി കണക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ അല്ലെങ്കിൽ എൽ പി എഫ് ടൈപ്പ് വാട്ട് മീറ്റേഴ്സിനകത്ത് ആരൊക്കെയാണ് ഷോർട്ട് ചെയ്ത് വയ്ക്കുന്നത്? എല്ലും സിയും ആയിരിക്കും ഷോർട്ട് ചെയ്ത് വയ്ക്കുന്നത് അല്ലെ. ഓർത്ത് വയ്ക്കുക. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സെയിം ഒബ്സർവേഷൻ തന്നെയാണ്. അഞ്ചാമത്തെ പോയിന്റിൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഫിഫ്ത്ത് പോയിന്റ്, ടു മെഷർ ദ പവർ ഇൻ ഹൈ ലോഡ് സർക്യൂട്ട്സ് എന്തായിരിക്കും? കറണ്ട് കോയിൽ മസ്റ്റ് ബി കണക്റ്റഡ് ടു ദ ലോഡ് സൈഡ് അല്ലെ. ഇവിടെ എന്തായിരിക്കും? കറണ്ട് കോയിൽ അല്ലേ ലോഡുമായിട്ട് ആർ എൽ എന്ന് പറഞ്ഞ ലോഡുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ടു മെഷർ the power in high load currents അല്ലെ. To measure power in high load currents pressure coil must be connected to load side. കാര്യം എന്തായിരിക്കും? ഹൈ ലോഡ് കറണ്ട് ആയിരിക്കും. നമുക്ക് ലോഡ് കറണ്ട് കൂടുതൽ അടുത്തുള്ളിടത്തായിരിക്കും നമ്മൾ എന്തായിരിക്കും? എൽ സി ഷോർട്ട് കണക്ഷൻ യൂസ് ചെയ്യുന്നത്. കാര്യം എന്തായിരിക്കും? അവിടെ ഇറർ കുറവായിരിക്കും അല്ലെ. പ്രഷർ കോയിൽ must be connected at load side. So ഇതാണ് നമ്മളുടെ അടുത്ത പെർസെന്റേജ് എറർ അല്ലേ. പെർസെന്റേജ് എറർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? VL square by RP, VL square divided by RP divided by true power. That is PM minus PT divided by PT. PM minus PT divided by PT into 100%. So ഈ ഒബ്സർവേഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഒന്ന് രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിക്കുക. Two connections of wattmeter are shown. If the errors due to both the connections are same, then the current coil resistance is എന്നാണ് ചോദ്യം അല്ലെ. രണ്ട് ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരിക്കും? ഇത് MLCV അല്ലെ. MLCV എന്തായിരിക്കും? MLCV ഒന്നായിരിക്കും, ഒന്ന് MC ഷോർട്ട്, മറ്റേതായിരിക്കും LC ഷോർട്ട് കണക്ഷനാണ് തന്നിരിക്കുന്നത് അല്ലെ.
ഇപ്പോൾ രണ്ട് കണക്ഷൻ, if the errors due to both the connections are same, that means the errors due to both the connections are same, then the current coil resistance is ആണെന്നാണ് ചോദ്യം. Therefore അപ്പോൾ എന്തായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് എം സി ഷോർട്ടിന്റെ ഇറർ എന്തായിരിക്കും, IL² × RCC അല്ലെ, RCC രണ്ടും സെയിം ആണ്. അതായിരിക്കും ഇത് എം സി ഷോർട്ട് ആണ്, എന്തായിരിക്കും ഇത് എൽ സി ഷോർട്ട് ആണ്. രണ്ടിന്റെയും എം സി ഷോർട്ട് ആൻഡ് ദിസ് ഈസ് എൽ സി ഷോർട്ട്. രണ്ടിന്റെ ഇറർ സെയിം ആകുമ്പോഴത്തേക്ക് എന്താ, IL² RCC is equal to VL² RP. അല്ലെ. ഞാൻ എന്താ തന്നിരിക്കുന്നത്, ഇതിന്റെ കറണ്ട് തന്നിട്ടുണ്ട് എത്ര, IL² അല്ലെ 20 amps തന്നിട്ടുണ്ട് കേട്ടോ. 20 amps എത്ര ആയിരിക്കും, 20² ഇൻറ്റു നമുക്ക് എന്താ RCC വേണം കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. RCC is equal to VL² എത്ര, എൽ സി ഷോർട്ടിനകത്ത് ആകുമ്പോഴത്തേക്ക് എത്ര 200 അല്ലെ. 200 ഡിവൈഡ് ബൈ എത്ര ആയിരിക്കും, 10 RP അല്ലെ, 10 kilo ohm. That is equal to 10 to the power of 10 into 10⁻3. That is equal to നമുക്ക് ചെയ്യുമ്പോൾ RCC is equal to VL² അല്ലെ. That is equal to 200² divided by വരും, divided by 20² into 10 to the power of 10 into 10 to the power of 3. മുകളിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ RCC is equal to 0.01 എന്ന് നോക്കും. RCC is equal to 0.01 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. സെയിം പ്രോബ്ലത്തിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ്, പെർസെന്റേജ് എറർ ഡ്യൂ ടു MC കണക്ഷൻ ആണെങ്കിൽ, പെർസെന്റേജ് എറർ ഡ്യൂ ടു MC കണക്ഷൻ, സെയിം പ്രോബ്ലം, the above പ്രോബ്ലം ഞാൻ പറയാണ്. വാട്ട് ഈസ് ദ പെർസെന്റേജ് എറർ ഡ്യൂ ടു MC കണക്ഷൻ? വാട്ട് ഈസ് ദ പെർസെന്റേജ് എറർ ഡ്യൂ ടു MC കണക്ഷൻ ആണെങ്കിൽ, എറർ ഡ്യൂ ടു MC, ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്ഷൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്തായിരിക്കും, പെർസെന്റേജ് MC ഷോർട്ട് ആകുമ്പോഴത്തേക്ക് എന്താ, പെർസെന്റേജ് എറർ ഇസ് ഈക്വൽ ടു IL² × RCC അല്ലെ. RCC ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100% അല്ലെ. IL എത്രയാണ് 20² RCC നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള എത്ര 0.01 അല്ലെ. 0.01 ഡിവൈഡ് ബൈ ട്രൂ പവർ എത്ര, ട്രൂ പവർ എന്ന് പറയുമ്പോഴത്തേക്ക് 200 വോൾട്ടേജ് 200 VL ഇൻറ്റു IL എത്ര 20 ഇൻറ്റു 100%. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.1% ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. സോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. രണ്ട് കണക്ഷന്റെയും ഇറർ സെയിം ആണെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, MC ഷോർട്ട് LC ഷോർട്ട് ആണ്. ഇറർ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 0.1% ചെയ്ത് നോക്കിയാൽ മതി. Next question, a wattmeter has a current coil of 0.03 ohm and a pressure coil of 6000 ohm resistance. Calculate the percentage error if the wattmeter is so connected. Current coil on load side and pressure coil on load side. Current coil on load side എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കണക്ഷൻ ആയിരിക്കും വരിക, അതെന്തായിരിക്കും, കറണ്ട് കോയിൽ ഓൺ ലോഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് കണക്ഷൻ ആണ്, ദാറ്റ് മീൻസ് ഏത് കണക്ഷൻ ആയിരിക്കും, MC കണക്ഷൻ അല്ലെ. ഇറ്റ് ഈസ് MC ഷോർട്ട് കണക്ഷൻ. കറണ്ട് കോയിൽ ഓൺ ലോഡ് സൈഡ് മീൻസ് MC ഷോർട്ട് കണക്ഷൻ. അത് മനസ്സിലാക്കണം നമ്മൾ. ഞാൻ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഞാൻ ഈ സൊല്യൂഷൻ ഞാൻ റെഡിങ് വെച്ച് ചെയ്തതാണ്. ഈ പ്രഷർ കോയിൽ ഓൺ ലോഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് LC ഷോർട്ട് കണക്ഷൻ അല്ലെ. LC ഷോർട്ട് കണക്ഷൻ. നമ്മൾ ക്വസ്റ്റ്യൻസ് അത് ഡയറക്റ്റ് ഇങ്ങനെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. നമുക്കത് എന്താ കണ്ടുപിടിക്കാനുള്ള, കാൽക്കുലേറ്റ് ദ പെർസെന്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. therefore പെർസെന്റേജ് ഇക്വേഷൻ എന്താ, പെർസെന്റേജ് എറർ ഈസ് ഈക്വൽ ടു error divided by true value അല്ലെ. that is equal to error എത്ര ആയിരിക്കും വരിക, error is equal to ഫസ്റ്റ് നമുക്ക് ചെയ്യാം എന്തായിരിക്കും, ഫസ്റ്റ് സെക്ഷൻ അല്ലെ, that is MC ഷോർട്ട് കണക്ഷൻ. MC ഷോർട്ട് ആകുമ്പോഴത്തേക്ക് എന്താ, error is equal to IL² × RCC അല്ലെ. IL² × RCC that is equal to എത്ര, IL എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, it takes a load current of 20 amps തന്നിട്ടുണ്ട് അല്ലെ. that is 20² × RCC എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, കറണ്ട് കോയിൽ റെസിസ്റ്റൻസ് 0.03 തന്നിട്ടുണ്ട് ഇൻറ്റു 0.03 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 400 × 0.03 that is nothing but 12 watts എന്ന് കിട്ടും. 12 watts. അടുത്ത അപ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും പെർസെന്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, therefore പെർസെന്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. that is equal to error divided by true value. that is equal to 12 divided by error 12 ആണ്. ട്രൂ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, VL × IL × cos phi അല്ലെ. VL എത്ര തന്നിരിക്കുന്നത്, VL നമുക്കറിയാം ലോഡ് ഹാസ് എ വോൾട്ടേജ് ഓഫ് 220 വോൾട്ട് അല്ലെ.
220 വന്നിട്ടുണ്ട്, IL 20 വന്നിട്ടുണ്ട്, പവർ ഫാക്ടർ എത്ര 0.6 വന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വൽ ടു 220 ഇൻറ്റു IL 20 ഇൻറ്റു 0.6. ദാറ്റ് ഈസ് ഇക്വൽ ടു ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ചെയ്ത് നോക്കിയാൽ മതി, ഏകദേശം 12 ഇൻറ്റു 100% അല്ലേ, ഇൻറ്റു 100%. ഏകദേശം നമുക്ക് 20/44% കിട്ടും. നോക്കിയാൽ മതി, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സൊല്യൂഷൻ ഞാൻ ചെയ്തിട്ടില്ല, ചെയ്ത് നോക്കിയപ്പോൾ ആൻസർ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അടുത്ത എന്താ, അടുത്ത നമുക്ക് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞല്ലേ, വാട്ട് ഈസ് കാൽക്കുലേറ്റ് പെർസെന്റേജ് ഇഫ് ദ വാട്ട് മീറ്റർ ഈസ് സോ കണ്ടന്റ് പ്രഷർ കറണ്ട് കോയിൽ ഓൺ ലോഡ് സൈഡ്. അടുത്ത എന്താ, പ്രഷർ കോയിൽ ഓൺ ലോഡ് സൈഡ് അല്ലേ. സെക്കൻഡ് പാർട്ട് പ്രഷർ കോയിൽ ഓൺ ലോഡ് സൈഡ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് LC കണക്ഷൻ. LC കണക്ഷൻ അല്ലേ. LC കണക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇററിന്റെ ഇക്വേഷൻ എന്താ, ഇറർ ഈസ് ഈക്വൽ ടു in LC connection error is equal to VL square divided by RP ആണ്. That is equal to എത്ര, VL എത്ര ആയിരിക്കും 220 അല്ലേ, 220 square divided by RP പ്രഷർ കോഎഫിഷ്യന്റ് 6000 തന്നിട്ടുണ്ട്. That is equal to നമുക്ക് എറർ കിട്ടി. പെർസെന്റേജ് എറർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക, പെർസെന്റേജ് എറർ is equal to എന്തായിരിക്കും, എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ അല്ലേ. That is equal to എറർ എത്ര 220 square divided by 6000 divided by true value എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര, VL 220 into IL 20 into 0.6. 220 ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇൻറ്റു 100% അല്ലേ. സോ സൊല്യൂഷൻ എത്ര ഉണ്ടെന്നുള്ള കാര്യം ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, എങ്ങനെയായിരിക്കും കറണ്ട് കോയിൽ ലോഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലായിരിക്കണം എന്തായിരിക്കും, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് LC ഷോർട്ട് കണക്ഷൻ ആണെന്നുള്ളത്. സോറി, പ്രഷർ കോയിൽ ലോഡ് സൈഡ് ആണെങ്കിൽ മനസ്സിലാക്കുക ഇറ്റ് ഇസ് നത്തിങ് ബട്ട് LC ഷോർട്ട് കണക്ഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. കറണ്ട് കോയിൽ ലോഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് MC ഷോർട്ട് കണക്ഷൻ എന്നുള്ള രീതി നമുക്ക് ഓർത്ത് വയ്ക്കും. സോ ഇതാണ് കണക്ഷൻ ഓഫ് വാട്ട് മീറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക പഠിക്കുക. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിച്ചിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഗൈഡ് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ചെയ്തിട്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. അല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണ്ട. പിന്നെ 2 വാട്ട് മീറ്റർ മെത്തേഡിനെ പറ്റിയുള്ള പവർ മെഷർമെന്റ് നമ്മൾ AC സർക്യൂട്ട്സ് പഠിക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. സോ ഇപ്പൊ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് പവർ ഇൻപുട്ട് ടു 3-phase ഇൻഡക്ഷൻ മോട്ടർ റീഡ് ബൈ 2 വാട്ട് മീറ്റർ മെത്തേഡ്. റീഡിംഗ്സ് ആർ 400 വാട്ട് ആൻഡ് 200 വാട്ട് റെസ്പെക്റ്റീവ്ലി. 2 വാട്ട് മീറ്റർ മെത്തേഡ് വെച്ചിട്ട് പവർ മെഷർമെന്റിന്റെ പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് എന്താ ആക്റ്റീവ് പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വാട്ട് ഈസ് കാൽക്കുലേറ്റ് ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, പവർ ഫാക്ടർ ആംഗിൾ ആൻഡ് പവർ ഫാക്ടർ. ഫസ്റ്റ് എന്തായിരിക്കും 3-phase ആക്റ്റീവ് പവർ. സൊല്യൂഷൻ എങ്ങനെയാണ്, 3-phase ആക്റ്റീവ് പവർ കണ്ടുപിടിക്കണം അല്ലെ. എങ്ങനെയായിരിക്കും ചെയ്യുക, ആക്റ്റീവ് പവർ ഈസ് ഈക്വൽ ടു രണ്ട് റീഡിംഗ് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, W1 plus W2. ദാറ്റ് ഈസ് എത്ര കിട്ടും, 400 plus 200 അല്ലേ. ദാറ്റ് ഈസ് എത്ര കിട്ടും, 600 വാട്ട്സ്. ഫസ്റ്റ് അടുത്തെന്തായിരിക്കും റിയാക്റ്റീവ് പവർ, 3-phase റിയാക്റ്റീവ് പവർ. ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക, നമുക്ക് ഇക്വേഷൻസ് മാത്രം മതി. റിയാക്റ്റീവ് പവർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, √3 into W1 minus W2. ദാറ്റ് ഈസ് ഈക്വൽ ടു √3 into W1 എത്ര 400 minus W2 എത്ര 200. അപ്പൊ എത്ര 200 into √3, that is equal to 200 √3 to what, 200 into √3 VA അല്ലേ. 200 into √3 VA. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തതായിരിക്കും പവർ ഫാക്ടറിന്റെ ആംഗിൾ, മൂന്നാമത്തെ കണ്ടുപിടിക്കണം അല്ലേ. പവർ ഫാക്ടർ ആംഗിൾ that is equal to എന്തായിരിക്കും 5 tan 5 അല്ലേ. tan 5 is equal to പവർ ഫാക്ടർ ആംഗിൾ 5 കണ്ടുപിടിക്കണം അല്ലേ. 5 is equal to ഇക്വേഷൻ എന്താ, 5 is equal to tan inverse of √3 into W1 minus W2 divided by W1 plus W2. That is equal to tan inverse of √3 അല്ലെ. tan inverse of √3 into W1 minus W2 എത്ര കിട്ടും, 400 minus 200 divided by 400 plus 200 ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര 1/√3, tan inverse of 1/√3 എന്ന് കിട്ടും. Therefore 5 is equal to tan inverse of 1/√3 എന്ന് കിട്ടും. 1/√3 എന്ന് കിട്ടും. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര 5 is equal to നമുക്ക് 30 ഡിഗ്രി കിട്ടും അല്ലെ. 5 is equal to 30 ഡിഗ്രി ആൻഡ് cos 5 അടുത്തതായിരിക്കും പവർ ഫാക്ടർ പിടിക്കണം അല്ലെ. പവർ ഫാക്ടർ cos 5 is equal to cos of 30 is equal to അതായിരിക്കും √3/2. അത് ലാഗ് ആണോ ലീഡ് ആണോ അങ്ങനെ അറിയുന്നത്, ലാഗ് ആണോ എന്ന് ചോദിച്ചു അതെങ്ങനെ മനസ്സിലാക്കുന്നത്.
W1 minus W2 is equal to W1 minus W2 പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? It is lag. W1 plus W2, sorry, W1 minus W2. W1 minus W2 പോസിറ്റീവ് ആണെങ്കിൽ ലാഗും, W1 minus W2 നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? It is lead. അതായിരിക്കും W1 minus W2 എത്ര? 400 minus 200 എത്ര? പോസിറ്റീവ് അല്ലേ? Therefore √3/2 lag പറയാൻ പറ്റും. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് എത്ര ഇക്വേഷൻസ് പഠിച്ചത് കാര്യം ശ്രദ്ധിക്കുക. എത്രയൊക്കെ ആയിരിക്കും? 2 വാട്ട് മീറ്റർ മെത്തേഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൊള്ളാവുന്ന ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. എന്തായിരിക്കും? ആക്റ്റീവ് പവർ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്റ്റീവ് പവർ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ റിയാക്റ്റീവ് പവർ, ഓക്കെ, വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ ആക്റ്റീവ് പവർ എന്തായിരിക്കും? W1 plus W2, റിയാക്റ്റീവ് പവർ √3 into W1 minus W2, power factor angle phi is equal to tan inverse of √3 into W1 minus W2 divided by W1 plus W2. അടുത്തായിരിക്കും പവർ ഫാക്ടർ. Then if W1 minus W2 is പോസിറ്റീവ് ആണെങ്കിൽ ലാഗ് ആയിരിക്കും, W1 minus W2 is നെഗറ്റീവ് ആണെങ്കിൽ അതായിരിക്കും പവർ ഫാക്ടർ, ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. സോ ഇതിനകത്ത് നമുക്ക് ഒരു 5 ഇക്വേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഇക്വേഷൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിലുള്ള പ്രോബ്ലംസിനകത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ശ്രദ്ധിക്കുക. ഈ വാട്ട് മീറ്ററിന്റെ തന്നെ നോർമൽ ആയിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ 2 watt meter method is used to measure power in a load of 0 power factor lag. Then the relation between 2 watt meter is. അപ്പോൾ cos phi എത്ര? ലോഡ് ഓഫ് 0 പവർ ഫാക്ടർ ലാഗ് അല്ലെ? cos phi is equal to 0 ആണ്. അപ്പോൾ phi is equal to എത്ര വരും? cos inverse of 0. cos 0 വരുന്നപ്പോഴായിരിക്കും വരിക നമുക്ക് 90 അല്ലെ? phi is equal to 90 ഡിഗ്രി. 2 വാട്ട് മീറ്റർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ആയിരിക്കും tan phi കണ്ടുപിടിച്ചാൽ പോരെ? കാര്യം W1 W2 നമുക്ക് വേണം. Therefore tan phi is equal to ഇക്വേഷൻ എന്താ? √3 into W1 minus W2 divided by W1 plus W2 അല്ലെ? 590 അല്ലേ? 590 എന്ന് പറയുമ്പോഴത്തേക്ക് tan 90 അല്ലെ? Therefore tan 90 is equal to √3 into W1 minus W2 divided by W1 plus W2. That is equal to tan 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ 1/∞ എന്തായിരിക്കും? 1/∞. അപ്പം that is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Therefore W1 plus W2 എഴുതിക്കൂടെ? is equal to √3 into W1 minus W2 divided by tan 90. Tan 90 is nothing but infinity. 1/∞ എന്തായിരിക്കും? 0. Therefore W1 plus W2 is equal to 0. Therefore എന്തായിരിക്കും? W1 is equal to minus W2. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള റിലേഷൻ ആണ്. W1 is equal to minus W2. That means a 2 watt meter method measure power in a load of 0 power factor lag. അപ്പം എന്തായിരിക്കും? W1 is equal to minus W2. അതും ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. In a 2 watt meter method of power measurement, if W1 is equal to 2W2, calculate the power factor angle and power factor. എന്തായിരിക്കും? phi is equal to power factor angle അല്ലേ? phi is equal to എങ്ങനെ പിടിക്കാൻ പറ്റും? tan inverse of √3 into W1 minus W2 അല്ലെ? √3 into W1 minus W2 divided by W1 plus W2 അല്ലെ? That is equal to നമുക്ക് എന്താ റിലേഷൻ തന്നിട്ടുള്ളത്? W1 is equal to 2W2 അല്ലെ? W1 is equal to 2W2 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്, ക്വസ്റ്റ്യനകത്ത്. Therefore എന്ത് ചെയ്യുക? That is equal to tan inverse of √3 into W1 പകരം എന്ത് കൊടുക്കുക? 2W2 കൊടുക്കുക minus W2 divided by W1 പകരം 2W2 plus W2. That is equal to tan inverse of √3 into 2W2 minus W2 എത്ര? W2 divided by 3W2. W2 ക്യാൻസൽ ചെയ്തു, √3യും 3 ആയിട്ട് ക്യാൻസൽ, tan inverse of 1/√3 വരും. Therefore എന്തായിരിക്കും? phi is equal to tan inverse of 1/√3. That is equal to that is equal to 30 degree വരും അല്ലെ? നമുക്ക് എന്താ പവർ ഫാക്ടർ ലെവൽ ഉള്ളത്? Therefore x എന്താ? പവർ ഫാക്ടർ is equal to cos of 30 degree. cos phi ആണ്. Therefore √3/2 അല്ലെ? ലാഗ് ആണോ ലീഡ് ആണോ? It is nothing but എന്താ? ലാഗ് ആണ്. കാര്യം എന്താ? W1 minus W2 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? W1 minus W2 W1 W2 എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. കാര്യം എന്താ? W1 is equal to 2W2 ആണ്.
ഇതിലൂടെ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ പോസിറ്റീവ് ആയിരിക്കും. therefore √3/2 ലാഗ് ആയിരിക്കും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, a 3-phase 440-volt motor has a power factor of 0.866 lag, and 2 wattmeter method is to measure a power of 15 kilowatt. Then the reading of the each wattmeter is 2 wattmeter method connected to measure a power of 15 kilowatt. W1 plus W2 കിലോവാട്ടിലല്ല വന്നിരിക്കുന്നത്. that is equal to the W1 plus W2 the active power is equal to 15 kilowatt അല്ലേ, 15 kilowatt അല്ലെങ്കിൽ നമുക്ക് 15,000 നമുക്ക് എഴുതാം. ഓക്കെ, കിടക്കട്ടെ. ആൻഡ് പവർ ഫാക്ടർ 0.86 വന്നിട്ടുണ്ട് അല്ലേ. cos phi is equal to എത്ര ആയിരിക്കും? cos phi is equal to √3/2, അതാണ് 0.86 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ that is equal to 0.866. phi is equal to പറയുമ്പോഴത്തേക്ക് എന്താ, phi is equal to cos inverse of √3/2, that is equal to എത്ര കിട്ടും? that is equal to phi is equal to 30 degree കിട്ടും അല്ലേ. therefore phi is equal to 30 degree കിട്ടി കഴിഞ്ഞാൽ tan phi കണ്ടുപിടിച്ചൂടെ. tan phi is equal to √3 into W1 minus W2 divided by W1 plus W2. That is equal to tan phi tan √3, sorry tan 30 പറയുമ്പോഴത്തേക്ക് എന്താ 1/√3 അല്ലേ. therefore 1/√3 is equal to √3 into W1 minus W2 divided by W1 plus W2 എത്ര 15,000 അല്ലേ, 15,000. that is equal to ഈ √3യും വരുമ്പോഴത്തേക്ക് എന്താ 1/3 എന്ന് വരും അല്ലേ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 15,000/3, that is W1 minus W2 is equal to 15,000/3, that is equal to 5,000 കിട്ടും. 5,000 watts. W1 plus W2 ഓൾറെഡി നമ്മുടെ ഉണ്ട് എത്ര 15,000 അല്ലേ. W1 plus W2 is equal to 15,000 ഉണ്ട്. ആൻഡ് W1 minus W2 is equal to എത്ര ഉണ്ട് 5,000 ഉണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താ സോൾവ് ചെയ്ത് നോക്കുക. നോക്കുമ്പോഴത്തേക്ക് നമുക്ക് W1 is equal to 10 kilowatt എന്ന് കിട്ടും, ആൻഡ് W2 is equal to 5 kilowatt എന്ന്. ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതി നോക്കുക. ബാക്കി സിംപ്ലിഫൈ ഉള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണിത്. The ratio of the wattmeter of the readings of 2 wattmeter connected to measure power in a 3-phase 3-wire load is R. So നമുക്ക് പറയാം the ratio of the connections, readings of 2 wattmeters connected to measure power in a balanced 3-phase 3-wire load is R. Therefore W1 ratio of 2 readings ആണല്ലേ, W1/W2 is equal to R എന്ന് പറയുന്നുണ്ട്. The load is known to be inductive with lagging power factor. Then the power factor of the load is equal to എന്നാണ് ചോദ്യം. എങ്ങനെയാണെങ്കിൽ നമുക്ക് tan phi കണ്ടുപിടിച്ചൂടെ. tan phi is equal to √3 into W1 minus W2 divided by W1 plus W2 എഴുതിക്കൂടെ. that is equal to ഇങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് W2 കോമൺ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. √3 into W2 കോമൺ എടുത്ത് കഴിഞ്ഞാൽ മുകളിൽ എന്താ W2 കോമൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും W2 into W1/W2 minus 1 എഴുതിക്കൂടെ, divided by W2 into W1 plus W1/W2 plus 1 അല്ലേ, W2 plus 1 എന്ന് എഴുതാൻ പറ്റും. എന്നാൽ W1/W2 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 6 അല്ലയോ. therefore tan phi is equal to √3 into W2 cancel ചെയ്ത് പോകും into W1/W2 എന്താ R minus 1 അല്ലേ, divided by W1/W2 എന്തായിരിക്കും R plus 1 എഴുതിക്കൂടെ. അടുത്തൊരു cos phi എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, cos phi is equal to 1/sec phi അല്ലെ. that is equal to sec theta വരെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. that is equal to √1 plus tan square phi. ഇതൊരു റിലേഷൻഷിപ്പ് ആണ്, ഇതൊരു സ്റ്റാൻഡേർഡ് റിലേഷൻഷിപ്പ് ആണ്, നമ്മൾ അതിലേക്ക് വരുവാണ്. therefore നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും. therefore power factor cos phi is equal to എങ്ങനെ എഴുതാൻ പറ്റും. cos phi is equal to square root of 1 plus നമുക്ക് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് പവർ ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. പവർ ഫാക്ടർ cos phi എന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടാന്റെ ടേംസിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ടാൻ വരെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാൻ ഫൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട പവർ ഫാക്ടർ ആണ്, cos phi ആണ് കണ്ടുപിടിക്കാനുള്ളത്. cos phi ടാനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, 1/sec theta എടുത്തു. sec theta എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ √1 plus tan square phi എന്ന് എടുത്തു അല്ലെ. √1 plus tan phi ഉണ്ട്, tan square phi എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും 3 into √3 മാറി എന്തായിരിക്കും 3 ആവും അല്ലെ. 3 into
r minus 1 divided by r plus 1 the whole square. R minus 1 divided by r plus 1 the whole square. Therefore, power factor cos phi is equal to 1 divided by square root of 1 plus 3 into r minus 1 divided by r plus 1 the whole square. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത് എങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ, if the ratio of the wattmeter is 1:2, then the power factor is, the ratio of wattmeter reading is, question ഇങ്ങനെയാണ്, if the ratio of wattmeter reading is, if the ratio of wattmeter reading is 1:2, then the power factor is. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പവർ ഫാക്ടർ ഈസ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ R is equal to എന്തായിരിക്കും വരിക? R is equal to W1 by W2. റേഷ്യോ വന്നിട്ടുണ്ട്, അതായിരിക്കും R is nothing but 1/2 അല്ലെ. Therefore power factor എന്താ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്തൂടെ? cos phi is equal to ഇക്വേഷൻ എന്താ 1 divided by square root of 1 plus 3 into r minus 1 divided by r plus 1 the whole square. That is equal to the 1 divided by square root of 1 plus 3 into r അത്ര 1/2 അല്ലയോ? 3 into 1/2 minus 1 അല്ലെ. R is equal to 1/2, that is minus 1/2, that is 1/2 divided by ഇതായിരിക്കും 3/2 the whole square അല്ലെ. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? Therefore that is equal to നമുക്ക് ചാൻസ് ചെയ്യുമ്പോൾ നമുക്ക് √3/2 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റും. കാര്യം റേഷ്യോ തന്നിട്ടുണ്ടാവും. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. R എന്ന് പറയുന്നതാണ് റേഷ്യോ എന്ന് പറയുന്നത്. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു cos phi ഈസ് ഈക്വൽ ടു 1 by square root of 1 plus 3 into r minus 1 divided by r plus 1 the whole square. ആ ഒരു റിലേഷൻ പുറത്തു വയ്ക്കാം. പിന്നെ ഇതിനകത്ത് നമുക്ക് വാട്ട്മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, സാധാരണ UPSC ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മെഷർമെന്റ് ഓഫ് പവർ, മെഷർമെന്റ് ഓഫ് 3-phase റിയാക്റ്റീവ് പവർ യൂസിങ് സിംഗിൾ വാട്ട്മീറ്റർ. അല്ലെങ്കിൽ നമുക്ക് അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയാൽ മതി. ഫോർ മെഷറിംഗ് 3-phase reactive power, 3-phase reactive power using wattmeter, current coil is connected in any one of the line. Current coil is connected in any one of the line, and pressure coil is connected between remaining two lines, and pressure coil is connected between remaining two lines. നമ്മൾ നോക്കിയാൽ എങ്ങനെ ആയിരിക്കും? നമുക്കൊരു 3-phase ലോഡ് ആണെന്ന് വിചാരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു തവണ ഒന്നല്ല, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ നമ്മളുടെ PSC അല്ല UPSC ലെവൽ എക്സാംസിനകത്ത് പലതരത്തിലുള്ള കണക്ഷൻ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ദ കണക്ഷൻ മെഷേഴ്സ് റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ISR ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. കറണ്ട് കോയിൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ലോഡാന്ന് വിചാരിക്കുക. നത്തിങ് ബട്ട് ലോഡ്, ദിസ് ലോഡ്, ഇറ്റ് ഈസ് ആൾസോ ലോഡ്. ഞാൻ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ 3-phase wattmeter current coil is connected in any one of the lines. Current coil is R phase. And pressure coil എങ്ങനെ ആയിരിക്കും? ഇത് Y phase ആണെങ്കിൽ Y phase RY അല്ലേ? It is Y, it is P. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? The pressure coil is connected between the remaining lines അല്ലേ? ഇതായിരിക്കും pressure coil എന്ന് പറയുന്നത്. ഇതായിരിക്കും ഇത് Bക്കും this pressure coil. ഈ രീതിയിലുള്ള കണക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? the current, this wattmeter measures this current coil and pressure coil അല്ലേ? രണ്ടുകൊണ്ട് അപ്പോഴത്തേക്കും this wattmeter measures എന്തായിരിക്കും? measures reactive power. ഓർത്ത് വയ്ക്കുക. This type of wattmeter measures reactive power. എങ്ങനെയായിരിക്കും? the current coil is measured in any, current coil is connected in any one of the line and the pressure coil is connected between the other remaining lines. അങ്ങനെയാണെങ്കിൽ that arrangement of the wattmeter measures reactive power. Okay, അതിന്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, നമുക്ക് ഓർത്ത് വെച്ചാൽ മതി.
നെക്സ്റ്റ് ഒരു ടേബിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ എഫക്ട് ഓഫ് പവർ ഫാക്ടർ ഓൺ വാട്ട് മീറ്റർ റീഡിങ്സ്. അപ്പൊ നമ്മൾ ആദ്യം എന്തായിരിക്കും പവർ ഫാക്ടർ ആംഗിൾ ഫൈ എടുത്തു, പിന്നെന്താ കോസ് ഫൈ W1 എന്ന് പറയുമ്പോഴത്തേക്ക് W1 watt meter W2 reading the watt meter 2 and observation W1 is equal to നമുക്ക് ഡെറിവേഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഇത് ഇക്വേഷൻ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ W1 is equal to VLIL into cos of 30 minus 5 VLIL into cos of 30 minus 5 and W2 is equal to VLIL into cos of 30 plus 5 കൊടുത്തു വയ്ക്കാം. സോ ഇത് W1 W2 നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് വാട്ട് മീറ്റർ അല്ലേ. നമ്മൾ എന്താ പല പല ആംഗിൾ എടുക്കുകയാണ്. എന്തായിരിക്കും ഫൈ ഈസ് ഈക്വൽ ടു 0, cos ഫൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും 1, ദാറ്റ് ഇറ്റ് നത്തിങ് ബട്ട് യൂണിറ്റി പവർ ഫാക്ടർ. W1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും cos എന്തായിരിക്കും VLIL cos 30 minus 5 0 ആകുമ്പോഴത്തേക്ക് cos 30 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു കിട്ടും VLIL cos 30 cos 30 ദാറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് എന്തായിരിക്കും √3/2 into VLIL √3/2 into VL into IL. W2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അതും സെയിം തന്നെ ആയിരിക്കും അല്ലെ. VLIL cos 30 that is equal to ആയിരിക്കും √3/2 into VLIL. ഓക്കെ, sorry √3/2 into VLIL. So what is our observation? നമ്മൾ ഒബ്സർവേഷൻ എന്തായിരിക്കും W1 is equal to എന്തായിരിക്കും W1 is equal to W2 അല്ലെ. W1 is equal to W2 എങ്ങനെ പറയാൻ പറ്റും? both watt meter reads same reading അല്ലെ. both watt meter reads same reading both watt meter reads same reading. Okay, then next എന്താ നെക്സ്റ്റ് അടുത്ത ആംഗിൾ എത്ര ഫൈ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി നമ്മൾ നോക്കാൻ പോകണം. അപ്പൊ എന്തായിരിക്കും ഒബ്സർവേഷൻ when ഫൈ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി അല്ലെ. cos 30 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര √3/2 ദാറ്റ് ഈസ് ഈക്വൽ ടു cos that is equal to 0.866 അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും W1 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര VLIL cos of 30 minus 30 cos 30 1 അല്ലെ. സോറി cos 30 minus 30 അപ്പൊ എന്തായിരിക്കും cos 0 എന്തായിരിക്കും 1 വരും അല്ലെ. therefore എന്തായിരിക്കും VL into IL എന്ന് വരും. ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി W1 ന്റെ. അടുത്ത എന്തായിരിക്കും W2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര VLIL into cos of 30 plus 30 അപ്പൊ cos 60 എന്ന 1/2 വരും. therefore VLIL/2 അല്ലെ. ഒബ്സർവേഷൻ എന്തായിരിക്കും ഒബ്സർവേഷൻ W1 is equal to W1 is equal to 2W2 അങ്ങനെ പറഞ്ഞൂടെ, അല്ലെങ്കിൽ W2 is equal to W1/2 എന്ന് പറയാൻ പറ്റും അല്ലെ. ഇതെന്തായിരിക്കും ഇത് ലാഗ് ആണെങ്കിൽ. ലീഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക W1 W2 മാറ്റുക. W2 is equal to 2W1 എന്നാക്കുക. W2 is equal to 2. നമ്മൾ പറയുന്നതല്ല ലാഗിങ് ആണ്. ലീഡിങ് ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ലാഗ് ലീഡിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക വാട്ട് മീറ്ററിന്റെ നമ്പറിങ് മാറ്റിയാൽ മതി. അതായിരിക്കും ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ശ്രദ്ധിക്കുക. അടുത്തതായിരിക്കും അടുത്ത ഫൈ എത്ര ഫൈ is equal to 60 ഡിഗ്രി നോക്കാം. then next phi is equal to 60 degree third point third angle phi is equal to 60 degree അപ്പോൾ എന്തായിരിക്കും വരിക cos 60.5 ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും വരിക VLIL cos of 30 അല്ലെ 30 plus 5 അല്ലെ 30 plus 30 minus 5 30 minus 60 എത്ര വരും cos of 30 minus 60 cos of എത്ര ആയിരിക്കും minus 30 that is equal to cos of minus 30 that is equal to √3/2 into VL into IL അല്ലെ. ഇവിടെ എന്തായിരിക്കും വരിക cos of 30 plus 60 എത്ര cos 90 എത്ര ആയിരിക്കും 0 വരും അല്ലെ. ഒബ്സർവേഷൻ എന്തായിരിക്കും here W1 is not equal to 0 and W2 is equal to 0 അല്ലെ. ആണെങ്കിൽ ലാഗിങ് ആണെങ്കിൽ ലീഡിങ് ആണെങ്കിൽ എന്തായിരിക്കും W1 is equal to 0 and W2 not equal to 0 ലീഡിങ് ആണെങ്കിൽ. ഓക്കെ, നാലാമത്തെ പോയിന്റ് phi is equal to 90 ഡിഗ്രി ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും cos 90 എത്ര 0 എന്തായിരിക്കും വരിക VLIL/2
VL into IL by 2. എന്തായിരിക്കും minus VL into IL by 2. അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും W1 is equal to minus W2 അല്ലെങ്കിൽ എന്തായിരിക്കും W1 plus W2 is equal to 0 എന്ന് പറയാം. സോ ഈ ഒരു 4 ടേബിൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 4 ഒബ്സർവേഷൻസ് നമുക്ക് ഈ ഒബ്സർവേഷൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിതിനകത്ത് W1 എടുത്തിരിക്കുന്നത് എന്തായിരിക്കും VL IL ഉണ്ട് cos of 30 minus 5 W2 എന്തായിരിക്കും cos of 30 plus 5 ആണ്. അങ്ങനെ നമ്മൾ പല ആംഗിൾ കൊടുത്തു നോക്കിയ ശേഷം വാട്ട് മീറ്ററിന്റെ എന്തായിരിക്കും W1 W2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കിയ വാട്ട് ഈസ് അവർ ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ഒബ്സർവേഷൻ the minimum power factor for both the wattmeter reads positive. ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്ക് വാട്ട്മീറ്റർ റീഡിങ് നോക്കിയേ, നമുക്ക് 5 is equal to 0 ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ 5 is equal to 0 ആയിരുന്ന സമയത്ത് നമുക്ക് വാട്ട്മീറ്റർ റീഡിങ് എത്ര പോസിറ്റീവ് ആയിരുന്നു. അടുത്തായിരിക്കും 5 is equal to 30 ആയിരുന്ന സമയത്ത് വാട്ട്മീറ്ററിന്റെ പോസിറ്റീവ് ആയിരുന്നു. 5 is equal to 60 ആയിരുന്ന സമയത്ത് എന്തായിരിക്കും വാട്ട്മീറ്ററിന്റെ റീഡിങ് പോസിറ്റീവ് ആണ്. പക്ഷെ 5 is equal to 90 ആയപ്പോഴത്തേക്ക് എന്തായിരിക്കും വാട്ട്മീറ്ററിന്റെ റീഡിംഗ് എന്തായിരിക്കും നെഗറ്റീവിലേക്ക് പോയി, W2 നെഗറ്റീവിലേക്ക് പോയി. സോ നമുക്ക് പറയാൻ പറ്റും ദ മിനിമം പവർ ഫാക്ടർ ഫോർ ബോത്ത് ദ വാട്ട്മീറ്റർ റീഡ്സ് പോസിറ്റീവ് ഈസ് എത്രയായിരിക്കും 0.5. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് ഒബ്സർവേഷൻ ദ മിനിമം പവർ ഫാക്ടർ ആംഗിൾ 5 is equal to 60 ആണ് അല്ലെ. ദ മിനിമം പവർ ഫാക്ടർ ഫോർ ബോത്ത് ദ വാട്ട്മീറ്റർ റീഡ്സ് പോസിറ്റീവ് റീഡിംഗ് ഫോർ both the wattmeter reads positive. That is equal to 0.5. അടുത്ത ഒബ്സർവേഷൻ ഇത് പവർ ഫാക്ടർ ആണ്. അപ്പൊ ആംഗിൾ എന്തായിരിക്കും? ദ മിനിമം പവർ ഫാക്ടർ ആംഗിൾ ഫോർ ബോത്ത് ദ വാട്ട്മീറ്റർ റീഡ്സ് പോസിറ്റീവ് എത്ര ആയിരിക്കും വരിക? 60 ഡിഗ്രി അല്ലെ. therefore the minimum power factor angle അല്ലെ for both the wattmeter reads positive എത്ര ആയിരിക്കും വരിക? 60 ഡിഗ്രി. ഓർത്ത് വയ്ക്കുക, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തേർഡ് പോയിന്റ് അടുത്ത പറയാം, ഇഫ് cos 5 less than 0.5 or cos or 5 greater than 60 അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? cos 5 less than 0.5 5 greater than 60 60 90 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? wattmeter one of the wattmeter reads in the reverse direction. Observation, one of the wattmeter negative അല്ലേ is wattmeter reads in reverse direction അല്ലേ. reads in reverse direction ഒക്കെ ചോദിച്ചിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. reverse direction ഓർത്ത് വയ്ക്കുക. reverse direction അപ്പൊ നമുക്കിത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ലാബോറട്ടറി നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ടു ഗെറ്റ് ദ റീഡിംഗ്സ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ഏതർ പ്രഷർ കോയിൽ ഓർ കറണ്ട് കോയിൽ ആർ റിവേഴ്സ് അല്ലേ, ബട്ട് നോട്ട് ബോത്ത്. അത് ഓർത്ത് വയ്ക്കുക. ടു ഗെറ്റ് ദ റീഡിംഗ്സ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ഏതർ പ്രഷർ കോയിൽ ഓർ കറണ്ട് കോയിൽ ടെർമിനൽസ് ആർ റിവേഴ്സ്ഡ്. then അടുത്ത എന്തായിരിക്കും? ആഫ്റ്റർ ഇന്റർചേഞ്ച് ദ ടെർമിനൽസ് ദ വാട്ട്മീറ്റർ ഇൻ ഫോർവേഡ് ഡയറക്ഷൻ then that wattmeter see ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓർത്ത് കൺഫ്യൂഷൻ ആകുന്നില്ല. ഞാൻ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ടു ഗെറ്റ് ദ റീഡിംഗ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ എന്തായിരിക്കും? ഏത് പ്രഷർ കോയിൽ ഓർ കറണ്ട് കോയിൽ ടെർമിനൽസ് ആർ റിവേഴ്സ്ഡ്. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. നമ്മൾ ലബോറട്ടറിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. ഏത് പ്രഷർ കോയിലോ അല്ലെങ്കിൽ കറണ്ട് കോയിലോ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. പക്ഷെ രണ്ടും കൂടെ ചേഞ്ച് ചെയ്യരുത്. ഈ നെഗറ്റീവ് കിടക്കുന്ന വാട്ട്മീറ്ററിനെ പോസിറ്റീവിലേക്ക് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഇത്രയാണ് വാട്ട്മീറ്ററിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ വാട്ട്മീറ്ററിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ഈ പവർ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മിസ്സലേനിയസ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് കൂടെ നോക്കാം. ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. നമുക്ക് മിസ്സലേനിയസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. മിസ്സലേനിയസ് ഫസ്റ്റ് വൺ പവർ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഓഫ് വാട്ട്മീറ്റർ ഈസ് ഈക്വൽ ടു, ചിലപ്പം ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻ ആണ് തോന്നിയിരിക്കുന്നത്. ഗേറ്റിൽ നമ്മൾ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, ആ പ്രോബ്ലം ഫോളോ അപ്പ് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഓഫ് വാട്ട്മീറ്റർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് റേഞ്ച് ഇൻറ്റു ഓർത്ത് വയ്ക്കുക, വോൾട്ടേജ് റേഞ്ച് ഇൻറ്റു കറണ്ട് റേഞ്ച് ഇൻറ്റു പവർ ഫാക്ടർ, കറണ്ട് റേഞ്ച് ഇൻറ്റു പവർ ഫാക്ടർ divided by full scale reading of wattmeter, divided by full scale reading of wattmeter.
ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഇഫ് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഞാൻ പറയാണ് വി ഇസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. If V is equal to Vm sin omega t and I is equal to Im sin omega t. I is equal to Im sin omega t. അപ്പൊ ഇൻസ്റ്റാന്റേനിയസ് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻസ്റ്റാന്റേനിയസ് പവർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം പവർ ഇൻസ്റ്റാന്റേനിയസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V into I അല്ലേ? Therefore എന്തായിരിക്കും? V into I. That is equal to നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും Vm Im into Vm അല്ലെ? Vm into Im into sin square omega t അല്ലെ? Therefore, instantaneous power pi is equal to V നമുക്കറിയാം I അറിയാം അല്ലെ? Vm Im into sin square omega t. Therefore, sin square omega t നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Cos 1 minus cos 2 omega t എന്ന് പറഞ്ഞൂടെ? Therefore, എങ്ങനെ എഴുതാൻ പറ്റും? Vm Im into sin square t എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 1 minus cos 2 omega t divided by 2. Therefore, that is equal to Vm Im by 2 into 1 minus cos 2 omega t. Very, very important observation. Competitive exam point of view ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. If supply frequency is f അല്ലെങ്കിൽ ഒമേഗ അല്ലെ, പക്ഷെ പവറിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? 2 ഒമേഗയാണ്. ഓർത്ത് വയ്ക്കുക. If supply frequency is f, then the frequency of instantaneous power is 2f. If supply വോൾട്ടേജിന്റെ കറണ്ടിന്റെ ഫ്രീക്വൻസി എത്ര? ഒമേഗയാണ്, പക്ഷെ നമുക്ക് പവറിന്റെ എത്ര കിട്ടിയിരിക്കുന്നത്? 2 ഒമേഗയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഒബ്സർവേഷൻ നമ്മൾ പറയുകയാണ്. If supply frequency is f ആണെങ്കിൽ എന്തായിരിക്കും? Then the frequency of instantaneous power is, then the frequency of instantaneous power is എത്ര ആയിരിക്കും? 2f. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മൾ നോക്കിയാൽ മതി. V is equal to Vm sin omega തന്നിട്ടുണ്ട് അല്ലെ? sin omega t, Im sin omega t. പക്ഷെ പവർ എത്ര തന്നിരിക്കുന്നത്? cos 2 omega t നമുക്ക് പവർ കിട്ടുന്നത് അല്ലെ? അത് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് point. In a balanced, in a three-wire balanced system, three-phase power is also measured using, in a three-phase, this statement ഞാൻ പറയാണ്, in a three-wire balanced system, three-wire balanced system, three-phase power is also measured by, power is also measured by first one 1 wattmeter with switch arrangement. Then second one, using one potential transformer, using one PT potential transformer and 1 wattmeter. Third, using 2 CT and 1 wattmeter. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഈ using PT CT നമ്മൾ യൂസ് ചെയ്തത്, using 1 PT and 1 wattmeter, using 2 CT and 1 wattmeter. This method is called Barlow method. UPSC ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. Barlow method എന്തായിരിക്കും? In the Barlow method of power measurement, 1 wattmeter has to be used without CT, with 1 CT, 2 CT ചോദിച്ചിട്ടുണ്ട്. 2 CT ഒരു വാട്ട്മീറ്ററും യൂസ് ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ ബാർലോ മെത്തേഡ് യൂസ് ചെയ്തത്. പക്ഷേ PT ആണ് യൂസ് ചെയ്തെങ്കിൽ എന്താ? ഒരു PT മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അടുത്ത പോയിന്റ്, ടു മെഷർ ദ പവർ അറ്റ് ഹൈ ഫ്രീക്വൻസി, following methods can be used. To measure the power at high frequency, എന്തായിരിക്കും? That is AF and RF range, audio frequency and RF range. എന്തായിരിക്കും? Bolometer bridge method. First one, bolometer bridge method. And second one, calorimetric method. Calorimetric method can be used. അപ്പോൾ ഓർത്ത് വയ്ക്കുക,
Measure the power at high frequency, audio frequency and radio frequency range by using bolometer bridge method and calorimetric method. The bolometer method it is used for measurement of small power. Small power. Calorimetric method is high power at high frequency. Used to measure power at high power. High power at high frequency. The bolometer is small power at high frequency. So the miscellaneous topic in the ബാക്കി നമുക്ക് പവർ മെഷർമെന്റിനകത്ത് 2 ടോപ്പിക്കുകളുണ്ട്. 3 വോൾട്ട്മീറ്റർ മെത്തഡ് ആൻഡ് 3 അമ്മീറ്റർ മെത്തഡ്. നമുക്ക് റിവിഷൻ ക്ലാസ് നോക്കാം. സോ അതോടുകൂടി നമ്മൾ വാട്ട് മീറ്ററിന്റെ സെഷൻസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാ സിലബസിലുള്ള എല്ലാ പോയിന്റ്സ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.